കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി തസ്മിതിനായുള്ള അന്വേഷണം കന്യാകുമാരിയിൽ ഊർജിതമായി നടക്കുകയാണ്. ഇന്നലെ 3:30 ഐലൻഡ് എക്സ്പ്രസിൽ കന്യാകുമാരിയിലെത്തിയ പെൺകുട്ടി ഇന്ന് പുലർച്ചെ 5:30 കണ്ടതായി ചില ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില CCTVകൾ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തമിഴ്നാട് പോലീസ്, കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് പോലീസിൻ്റെയും RPFിൻ്റെയും സഹകരണത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടി കന്യാകുമാരി വിട്ട് എങ്ങും പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനങ്ങൾ വരുന്നത്. കുട്ടിയുടെ കയ്യിൽ 40 രൂപ മാത്രമാണ് ഇന്നലെ കഴക്കൂട്ടത്ത് നിന്ന് ട്രെയിനിൽ കയറുമ്പോൾ ഉണ്ടായിരുന്നത്. ആ പൈസ സ്വാഭാവികമായി തീർന്നു കാണും. ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടാകും. ഹിന്ദി ഭാഷ മാത്രമേ അറിയൂ എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. മലയാളം അറിയില്ല, തമിഴ് ഭാഷ അറിയില്ല. അങ്ങനെ കുട്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ്. കുട്ടി വീട്ടുകാരുമായി പിണങ്ങിയതിനെ തുടർന്നാണ് ഇന്നലെ ഈ ട്രെയിനിലേക്ക് കയറി തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോയത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കുട്ടിക്കൊപ്പം ഇന്നലെ യാത്ര ചെയ്തിരുന്ന സഹയാത്രിക എടുത്ത ചിത്രങ്ങളാണ്, മൊബൈലിൽ പകർത്തിയ ചിത്രമാണ് നിർണായകമായതും. കുട്ടി ഇതേ കുട്ടി തന്നെയാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, നിലവിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ ഇത്രയും വ്യാഖ്യാനിച്ചെടുക്കുക, ഇത്രയും കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, കുട്ടി ഇന്നലെ കന്യാകുമാരിയിൽ ചെന്ന് ഇറങ്ങി എന്നുള്ളതും ഇന്ന് രാവിലെ 5:30 ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ 5:30 കുട്ടിയെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ല, ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരുപക്ഷെ ക്ഷീണം കാരണം എവിടെയെങ്കിലും തളർന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിൽ കയറി എവിടെയെങ്കിലും പോയിട്ടുള്ള. ഏതായാലും ഈ രാവിലെ പുലർച്ചയ്ക്കും, അതായത് 6 മണിക്ക് ശേഷവും ഈ വരുന്ന 12:30 ഈ സമയത്തിനിടയ്ക്ക് 6 മണിക്കൂർ സമയവും നിർണായകമാണ്. ഇന്നലെ കുട്ടിയെ കാണാതാകുന്ന 3:30, ഇന്നിപ്പോൾ 12:30 മണി, ഏകദേശം 24 മണിക്കൂറോളം അടുക്കുന്ന ഒരു സമയം. കുട്ടി ഈ കന്യാകുമാരി വിട്ടു പോയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് നിഗമനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. അങ്ങനെയുള്ള പരിശോധന തന്നെയാണോ, നിരീക്ഷണം തന്നെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് പോലീസ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തൊക്കെയാണ് നിലവിൽ പരിശോധന വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ അവിടെ രാവിലെയൊക്കെ പരിശോധിച്ച സമയത്ത് കടകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചില കടകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞില്ല, അത് പരിശോധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടകളൊക്കെ തുറന്നു വന്നതേ ഉള്ളൂ. കാരണം ടൂറിസം കേന്ദ്രമാണ്, രാത്രി വൈകുവോളം തുറക്കുന്ന കടകളാണ്. അതുകൊണ്ട് തന്നെ ആ കടകൾ പൂർണ്ണമായും തുറക്കുന്നതോടുകൂടി അവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് നിലവിലുള്ളത്. എന്തായാലും രാവിലെ പുലർച്ചെ 3:30 ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന 5:30 ഓട്ടോ ഡ്രൈവർമാർ കണ്ടു എന്ന് പറയുന്നത്. ആ സമയത്ത് വലിയ തിരക്കൊന്നും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മൊഴിയാണ് ഏറ്റവും നിർണായകമായ പോലീസ് ലഭ്യമായിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് നിലവിൽ CCTV ദൃശ്യങ്ങൾ കൂടി കൂടുതലായി പരിശോധിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ 2 ഓട്ടോ ഡ്രൈവർമാർ നൽകിയിരിക്കുന്ന മൊഴി, കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബീച്ച് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഈ ബീച്ച് റോഡിലേക്ക് കടക്കുകയും തുടർന്ന് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന കാര്യമൊക്കെ പരിശോധിക്കുകയും ഒക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധന ഒരു ഭാഗത്ത് കൂടുതലായി നടത്തിയപ്പോഴും കുട്ടിയെ പറ്റി മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കാരണം കൂടുതൽ ആളുകൾ കുട്ടിയെ കണ്ടതായി പറഞ്ഞിട്ടുമില്ല. ഈ മറ്റ് ബസ് സ്റ്റാൻഡുകളിലെ ആ സമയത്ത് അവിടുന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. അവരുടെ ജീവനക്കാരുടെ ഡീറ്റെയിൽസ്, നമ്പറൊക്കെ ശേഖരിച്ചു. കേരളത്തിൽ നിന്നുള്ള നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും കന്യാകുമാരിയിലുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ട്. അവിടെ ഇപ്പോൾ ഈ കുട്ടിയുടെ ചിത്രം എല്ലാവർക്കും പരിചിതമായി കണ്ടിട്ടുണ്ടാകണം. നിലവിൽ എല്ലാവർക്കും ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിലുള്ള കന്യാകുമാരിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു കുട്ടി മിസ്സിംഗ് ആണ്, അത് ഈ കുട്ടിയാണെന്നുള്ളത്. അതിൽ ഓട്ടോ ഡ്രൈവർമാർ മാത്രമാണ് ഈ കുട്ടിയെ തിരിച്ചറിയുകയും ചെയ്തത്. നിലവിൽ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ, കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന പരിസരത്തുള്ള സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, അതിൽ തന്നെയാണല്ലോ പോലീസിൻ്റെ പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ അറിയേണ്ട മറ്റൊരു കാര്യം, കേരള പോലീസിൻ്റെ സംഘം മറ്റേതെങ്കിലും മേഖല, കന്യാകുമാരിയുടെ പരിസര മേഖലയിൽ എവിടേക്കെങ്കിലും തെരച്ചിലിന് പോയിട്ടുണ്ടോ? തമിഴ്നാട് പോലീസ് ഇപ്പോൾ ഏത് മേഖലയിലാണ് അന്വേഷണം നടത്തുന്നത്?
ഇന്നലെ തന്നെ തൊട്ടടുത്ത 2-3 റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടി പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം അത് ഒഴിവാക്കാൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ എത്തി എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ്. കുട്ടി ഈ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. കാരണം പാറശാലയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ട്രെയിനിൽ പോയ സമയത്തുള്ള ദൃക്സാക്ഷികൾ ഒക്കെ ആ വിവരം നൽകുകയും ചെയ്തു. ബിബിതയും നവ്യയുമാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ കന്യാകുമാരി വരെയാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടാകാമെന്ന അനുമാനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഓട്ടോ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ലഭ്യമാകുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രമല്ല ഈ ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ പോലീസ് ഈ പരിശോധന വ്യാപിപ്പിച്ചു. കാരണം അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ബസ്സിൽ കയറി കുട്ടി പോയിട്ടുണ്ടാകും എന്ന സംശയമൊക്കെ പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ വിരളമായിട്ടേ സാധ്യമാകുള്ളൂ എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. സൗജന്യമായി ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുമെങ്കിലും പക്ഷേ അത്തരത്തിലുള്ളൊരു പരിചയം ഒന്നുമുള്ള കുട്ടിയല്ല, വളരെ ചെറിയ കുട്ടിയാണ്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കയ്യിൽ പണമുണ്ടായിരുന്നില്ല, ഭാഷ അറിയില്ല. അതുകൊണ്ട് ആസാമി ഭാഷ മാത്രമാണ് കുട്ടിക്ക് അറിയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്ലാൻഡോടെയുള്ള ഒരു നീക്കം കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കുട്ടി മയങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇന്നലെ ഏകദേശം 9:37 കൂടിയാണ് കുട്ടി വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. 50 രൂപ മാത്രമുള്ള ഒരു പേഴ്സും കയ്യിൽ കരുതിയാണ് കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കും തുടർന്ന് ട്രെയിനിലും യാത്ര ചെയ്തത്. ഈ ബബിത നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ 40 രൂപ മാത്രമാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ തസ്മിതിന്റെ മാതാപിതാക്കൾ ആസാം സ്വദേശികളാണല്ലോ. ഇവർ നേരത്തെ തൊഴിലിന്റെ ഭാഗമായി കേരളത്തിലല്ലാതെ തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടോ? 2 തവണ വിശദമായ മൊഴി പോലീസ് കുടുംബത്തിൻ്റെ രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സഹോദരനെ ഫോണിൽ വിളിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഇവർ ഒരു സ്കൂളിലെ ജോലിക്കാരായി, അതായത് സ്കൂളിലെ തോട്ടം നോക്കി നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ട ക്ലീനിങ് തൊഴിലിനുമൊക്കെയായി അവരെത്തിയത്. അതിനുശേഷമാണ് കുട്ടിയെ ഇവിടെ ഈ സ്കൂളിൽ ചേർക്കുകയും 2 സഹോദരിമാരെയും 2 സ്കൂളുകളിലായി ചേർക്കുകയും ഒക്കെ ചെയ്തത്. ഈ സഹോദരൻ ചെന്നൈയിലായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സഹോദരൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്, ഡൊമസ്റ്റിക്കിലാണ് താൻ ജോലി ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടി ഈ സഹോദരനെ ബന്ധപ്പെട്ടതായി ഒരു മൊഴിയും സഹോദരൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ കന്യാകുമാരിയിൽ നേരത്തെ കുട്ടിയുടെ മാതാപിതാക്കൾ ജോലി ചെയ്തതായ വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടി അങ്ങനെ ഒരു തീരുമാനപ്രകാരം മറ്റൊരു സ്ഥലം തിരഞ്ഞെടുത്ത് എത്തിയതല്ല. ആ ട്രെയിനിൽ കയറിയിരിക്കുകയും ടിക്കറ്റ് ഇല്ലാതെയാണ് ട്രെയിനിൽ യാത്ര ചെയ്തതെന്ന് ഉറപ്പാണ്. കാരണം കുട്ടിയുടെ കയ്യിൽ 50 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി 40 രൂപ കയ്യിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇല്ലാതെ കുട്ടി ഒരു ട്രെയിനിലേക്ക് കയറിയിരിക്കുന്നു. ആ ട്രെയിന് എത്തിപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ട്രെയിൻ നിർത്തിയപ്പോൾ ഇറങ്ങി പുറത്തേക്ക് വരുന്നു. മറ്റേത് ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിനുള്ള പരിശോധനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടി അങ്ങനെ ഒരു തീരുമാനിച്ച പ്രകാരം നേരത്തെയുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഒന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്ന് തന്നെ കൃത്യമായി പറയാം. പിന്നീട് മറ്റൊരു ഭാഗത്തേക്ക് ട്രെയിൻ കയറി പോയോ എന്നുള്ളതാണ്. ചെന്നൈ ട്രെയിനിലോ മറ്റോ കയറി മയങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പോലീസും RPF-ഉം തന്നെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ പുലർച്ചെ മുതൽ ഇവിടെ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ ആസാമീസ് പെൺകുട്ടി 13 വയസ്സുകാരി തസ്മിതിനായുള്ള തെരച്ചിൽ കന്യാകുമാരിയിൽ ഊർജിതമാണ്. ഇന്ന് പുലർച്ചെ 5:30 പെൺകുട്ടിയെ കന്യാകുമാരിയിൽ കണ്ടതായി ചില ഓട്ടോ ഡ്രൈവർമാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണിപ്പോൾ കന്യാകുമാരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് പോലീസ്, കേരള പോലീസ്, ഒപ്പം തന്നെ RPF സംയുക്തമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.